ക്യാരറ്റിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഇന്ന് കഴിഞ്ഞ ദിവസം പറിച്ച മല്ലിക മാങ്ങ ചെത്തി കാണിച്ചു തരാൻ കേട്ടോ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ മല്ലിക മാങ്ങ? ചോദിച്ചേ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ മല്ലിക മാങ്ങ? ഈ മല്ലിക മാങ്ങയുടെ പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ, ഇതിന് തൊലിക്ക് വളരെ കനം കുറവായിരിക്കും. അതുപോലെ തന്നെ ഇതിന്റെ മാങ്ങാണ്ടിയും തീരെ കനം കുറവായിരിക്കും. ഇനി നമുക്ക് കഴിക്കാൻ ഒത്തിരി ഉണ്ടാവും കേട്ടോ. ഞാൻ ചെത്തി കാണിച്ചു തരാവേ. മല്ലികമാവ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ പ്രശസ്തമായ ഹൈബ്രിഡ് മാവിനമാണ്. നീലം മാവും ദശേരി മാവും കൂടി ചേർന്നാണ് മല്ലികമാവ് ഉണ്ടാക്കിയിരിക്കുന്നത്. മല്ലിക മാങ്ങയ്ക്ക് നാരയില്ല, അതുകൊണ്ട് പൾപ്പ് കൂടുതലുണ്ട്. ജോസേട്ടാ, കൊതിയാവുന്നുണ്ടോ? ഇതിന്റെ ഭയങ്കര ആളാട്ടോ. ഒരു ദിവസം ഒരു 2-3 മാങ്ങയെങ്കിലും കഴിക്കും. ഒരു നേരം ഒരു മാങ്ങ കഴിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ വയറ് ഫില്ലായിരിക്കും. ഈ മാങ്ങാ സീസൺ ആയിക്കഴിഞ്ഞാൽ ഒരാൾക്ക് ചോറൊന്നും വേണ്ട, മാങ്ങ മാത്രം മതിയേ. ഞങ്ങള് പിന്നെ മാങ്ങാ സീസൺ ആയി കഴിഞ്ഞാൽ മാങ്ങാ ഷേക്കും. പിന്നെ തെര കണ്ടോ നിങ്ങള്? തെര കണ്ടിട്ടുണ്ടോ? മാങ്ങാ തെരയും ഒക്കെയാണ് ഞങ്ങളുടെ പരിപാടി. ഇത് കണ്ടോ? മാങ്ങാണ്ടിക്ക് തീരെ കനമില്ല. ഇതൊരു മാങ്ങ ചെത്തിയതാട്ടോ ജോസേട്ടാ. യമ്മി. ഈ മാങ്ങയുടെ അടുത്തൊരു പ്രത്യേകത എന്താന്ന് വെച്ചാ, ഇതിന് പുഴുക്കേടൊന്നും പിടിക്കത്തില്ല. ഞങ്ങൾ ഇതുവരെ കേടൊന്നും കണ്ടിട്ടില്ല മാങ്ങയ്ക്കൊന്നും. നമുക്ക് അതുപോലെ തന്നെ മാങ്ങയ്ക്ക് ഒരു 500 ഗ്രാം ശരാശരി വെയിറ്റ് ഉണ്ടാവും. ഒരാള് ഒരു മാങ്ങ കഴിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഓവറായിരിക്കും. ഞങ്ങൾ ചോറൊക്കെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 പീസിൽ കൂടുതൽ കഴിക്കാനായിട്ട് പറ്റാറില്ല. ഇത് നമ്മൾ ഈ മാങ്ങ വെച്ചുണ്ടാക്കിയ മാങ്ങ തെരയാട്ടോ. മാങ്ങാത്തേര ഈ മാങ്ങാ സീസണിൽ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ മാങ്ങയില്ലാത്ത സമയത്തൊക്കെ നമുക്ക് വിളയിച്ചൊക്കെ കഴിക്കാനായിട്ട് പറ്റും. ഇതിനിപ്പോൾ വർക്ക് കഴിഞ്ഞിട്ടില്ല. ഇതാട്ടോ ഫൈനൽ സ്റ്റേജിലൊക്കെ മാങ്ങാത്തേര. ഇതിപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചേക്കുമായിരുന്നു. ഇങ്ങനെ ആക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ പാടൊന്നുമില്ല കേട്ടോ ഉണ്ടാക്കാനായിട്ട്. ഉണക്കി വെയിലുള്ള സമയത്താണെങ്കിൽ ഡ്രയറിലൊക്കെ വെച്ച് ഉണക്കുകയാണെങ്കിൽ നമുക്ക് മാങ്ങയില്ലാത്ത സമയത്ത് കഴിക്കാനായിട്ട് പറ്റും. ഇത് വിളയിച്ച് തിന്നാനാണെങ്കിൽ തേങ്ങയും ശർക്കരയൊക്കെ ഇട്ട് വിളയിച്ച് തിന്നാനാണെങ്കിൽ നല്ലതായിരിക്കും. അല്ലെങ്കിൽ ചുമ്മാ തിന്നാനാണെങ്കിൽ നല്ലത് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചേക്കുമായിരുന്നു. കഴിഞ്ഞ ദിവസം നമ്മളൊരു 100ഓളം മാങ്ങ പറിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ ചോദിച്ചതാ. അത് ബന്ധുക്കൾക്കും അയൽക്കാർക്കൊക്കെ കൊടുത്തത് ഇപ്പോൾ തീരാറായി. ഇപ്പോൾ ഫൈനൽ സ്റ്റേജ്. ഇപ്പോൾ ജോസിനാണെങ്കിൽ ഭയങ്കര സങ്കടമാണ്. ഇനിയിപ്പോൾ സ്കൂൾ വിട്ട് വരുമ്പോഴത്തേക്കൊക്കെ ഇനിയിപ്പോൾ മാങ്ങ കഴിക്കാനുണ്ടാവില്ല അല്ലേ. എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായോ? ഞങ്ങൾക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, തീർച്ചയായും എല്ലാവരുടെ വീട്ടിലും ഒരു മല്ലിക മാവ് വെച്ച് പിടിപ്പിക്കണം കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഭയങ്കര ഒരു അസറ്റാണ്. പുഴുക്കേടൊന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് കഴിക്കാം. എത്ര വേണേലും കഴിക്കാം. വയറ് നിറച്ച് എല്ലാവർക്കും കൊതി തീരോടെ കഴിക്കാനായിട്ടും എല്ലാവർക്കും ഷെയർ ചെയ്യാനായിട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഒരെണ്ണം നട്ടുപിടിപ്പിക്കണം കേട്ടോ. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഷെയർ ചെയ്യുക. ബൈ ബൈ. ബൈ ബൈ.